UDF-ലേക്ക് പോയാൽ കോൺഗ്രസ് അധികാരത്തിലെത്താതിരിക്കാൻ സംസ്ഥാനത്ത് CPM BJP ഡീൽ എന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP-യും UDF-ന്റെ ഡീൽ ജനങ്ങൾക്കൊപ്പമാണ്. 85 മുതൽ 100 സീറ്റുകൾ വരെ നേടി UDF അധികാരത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ശശി തരൂർ ന്യൂസ് 18-നോട് പറഞ്ഞു. UDF-ന്റെ താരപ്രചാരകനായ ശശി തരൂർ ഗൃഹസന്ദർശന പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തുകയാണ്. എങ്ങനെയുണ്ട്? നന്നായിരിക്കണം. ഞാനിപ്പോ തിരുവനന്തപുരം ജില്ലയിലത്തെ മൊത്തം 14 സീറ്റിലത്തെ 11 ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാവരുടെയും സ്ഥാനാർത്ഥികളെ കാണലും ജനങ്ങളുടെ ആവേശം ഊർജ്ജ കാണുമ്പോൾ എന്റെ ആത്മവിശ്വാസം കൂടി വരികയാണ്. CPM BJP ഡീലുണ്ട് എന്ന് UDF ആരോപിക്കുന്ന സാഹചര്യം ഒരു വശത്ത്, തിരിച്ച് മറുവശത്തും അതുപോലെ തന്നെ ഈ ഡീല് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് തരൂർ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഡീലിന്റെ വിഷയം ഒരു പക്ഷത്തിൽ സത്യമുണ്ടാവാക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, 2 പാർട്ടിയും ആഗ്രഹിക്കുന്നത് ഞങ്ങളെ തടുക്കാനാണ്. BJPയുടെ വിചാരം CPM ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗുണം ചെയ്യും ലോങ് ടേമിൽ. CPMന്റെ വിചാരം BJPയുടെ സഹായം കിട്ടിയാൽ അവർ തുടർഭരണം കൊണ്ടുവരാം. അപ്പോൾ അവരുടെ ഇടയിൽ ഡീൽ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അവർ എന്ത് ഡീൽ ചെയ്താലും ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പം, ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണിയാണ് ഞങ്ങളുടെ ഡീല് നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ഒരു ഭാവി ഈ കേരളത്തിൽ കൊണ്ടുവരുന്നതാണ്. അതാണ് നമ്മുടെ സന്ദേശം. ഈ 100 സീറ്റുമായി UDF അധികാരത്തിൽ വരുമെന്ന് തരൂർ ഉറപ്പിക്കുന്നു. 85 മുതൽ 100 വരെയാണെന്ന് നേതാക്കൾക്ക് പറയുന്നത്. അത് മതി, സന്തോഷമായി. ശശി തരൂരിന്റെ പ്രതികരണം തേടി ഡാൻ കുര്യൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാൻ, ശശി തരൂർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ, അതിനു മുമ്പും ഡീൽ ആരോപണം തുടർച്ചയായിട്ട് ഉന്നയിക്കുന്നുണ്ട് UDF കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ചും. അപ്പോൾ ശശി തരൂരും അത് ആവർത്തിക്കുകയാണ്. എന്താണ് കോൺഗ്രസ് നേതൃത്വം ഈ ഡീലാരോപണത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം മുഴുവൻ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളൊരു നിലപാടിലാണെന്ന് തോന്നുന്നു? കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് CPM BJP ഡീൽ നിലനിൽക്കുന്നു എന്നുള്ള ആക്ഷേപം പ്രചാരണ രംഗത്ത് സജീവമാക്കിയിരിക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരും ഇതേ ആരോപണം പരസ്യമായി തന്നെ ഉന്നയിക്കുന്നത്. അതായത് തുടർഭരണം സാധ്യമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് BJPയുമായി CPM അത്തരത്തിലൊരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ശശി തരൂരിന്റെ ഈ പ്രസ്താവന വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. കാരണം രണ്ടുപേരുടെയും ലക്ഷ്യം UDF ആണ്. UDF-നെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു അന്തർധാര നിലനിൽക്കുന്നത് എന്നാണ് ശശി തരൂർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഡീൽ വിവാദം തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുഖ്യ പ്രചാരണ വിഷയമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ നേതാവ് അടക്കം 11 ഏതൊക്കെ മണ്ഡലങ്ങളാണ് എന്ന് തനിക്കറിയാം, ഏത് തരത്തിലുള്ള ഡീല് നടന്നിരിക്കുന്നതെന്നും അറിയാമെന്ന് വളരെ സ്പെസിഫിക് ആയാണ് കഴിഞ്ഞ ദിവസമൊക്കെ വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ മറ്റ് മുതിർന്ന നേതാക്കളും സമാനമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അതായത് ഇതൊരു സജീവ ചർച്ചാ വിഷയമാക്കി നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് നേതാക്കൾ ഒരേപോലെ ഈ ഡീൽ വിവാദം വലിയൊരു ആരോപണമായി രാഷ്ട്രീയ രംഗത്ത് ഉയർത്തിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിവാദങ്ങൾക്ക് ഏത് തരത്തിലാകും മറുചേരിയിലുള്ളവർ മറുപടി നൽകുക എന്നതാണ് ഇനി അറിയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.